CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MLA-യുമായ പി രാജു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, 35 വർഷത്തിലേറെ സേവനം പാരമ്പര്യമുള്ള ഒരു സഖാവ് എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അന്ത്യം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? മോദി, തീർച്ചയായും ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് പി രാജുവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടായിരുന്നു ഈ രോഗം സ്ഥിരീകരിച്ചത്. അതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഏതാനും ദിവസം മുമ്പ് ICUലേക്ക് മാറ്റി ഇന്ന് പുലർച്ചയോടെ തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ 2 തവണകളിലായി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ പറവൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയി വിജയിക്കുകയും ചെയ്ത ആളായിരുന്നു 2 തവണ. 91-ലും 1996-ലുമായിരുന്നു പി രാജു MLA ആയി പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. 96-ൽ VD സതീശനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു മണ്ഡലത്തിലോട്ടെത്തിയത്. പിന്നീട് 2001-ൽ VD സതീശൻ ഇദ്ദേഹത്തെ തോൽപ്പിച്ച് അങ്ങനെ ആയിരുന്നു ഈ MLA നിയമസഭാ സാമാജികൻ എന്നുള്ള അതിൽ നിന്നും രാജു മാറുന്നത്. എന്നാലും രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു പി രാജു. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുഖമായിരുന്നു. 2 തവണയും പാർട്ടി ജില്ലാ സെക്രട്ടറിയായി. മറ്റൊരു കാര്യം, വിഭാഗീയത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ ശക്തമായി തന്നെ CPIക്ക് അകത്തും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ പാർട്ടിക്കായാലും വലിയ ഇടത് മുന്നണിയിലായാലും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു കരുത്തനായ നേതാവ് കൂടിയായിരുന്നു CPIയുടെ. 2 തവണയും അദ്ദേഹത്തിന് ഈ 2 തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത്തരത്തിൽ ഒരു പുറത്താക്കുന്ന ഒരു അച്ചടക്ക നടപടി നേരിടേണ്ട ഒരു ഘട്ടവുമുണ്ടായി. ആദ്യമായി ഈ കരിമണൽ ഖനനത്തെ പറ്റി ജനയുഗം പത്രത്തിൽ ഒരു കുറിപ്പ് എഴുതിയതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നു. പിന്നീട് ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2022-ൽ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ജില്ലയുടെ CPIയുടെ എല്ലാ നേതൃത്വത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ അതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് പി രാജു കുറ്റക്കാരനല്ല എന്നുള്ളൊരു ഉത്തരവ് ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അതിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കാനുള്ള ആ ഒരു പ്രവൃത്തി, അതിൻ്റെ ഒരു സമയത്തായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ഏതായാലും നാളെയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ ഈ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ പി രാജുവിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്.